ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് ഹൗസിൽ നിന്നും അപ്പാനി പുറത്തായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മസ്താനിയായിരുന്നു. എന്തിനായിരിക്കും? അപ്പാനിയുടെ വാക്കുകൾ ഇങ്ങനെ: ഓരോ ദിവസവും ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഒരു ദിവസം കാണുന്നവരല്ല പിറ്റേ ദിവസം. ബന്ധങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഷോയിൽ നിന്ന് ഓരോ ദിവസവും സത്യസന്ധമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്നോട് ക്ഷമിക്കണം. മനഃപൂർവ്വമല്ല അവിടെ നടക്കുന്നതും സംസാരിക്കുന്നതും. പക്ഷെ കുറച്ചുകൂടി അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ രാവിലെ കൂടി സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്. പക്ഷെ എനിക്കെന്തോ ഇതാണ് വിധിച്ചിട്ടുള്ളത്. എന്നാലും ഒത്തിരി സന്തോഷത്തോടു കൂടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടെയും ഞാൻ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും നല്ലൊരു നടനായി. ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സുഹൃത്ത് അക്ബർ വളരെ സങ്കടത്തിലാണ്. അപ്പാനി അക്ബറെ എന്ന് വിളിച്ചപ്പോഴേക്കും അക്ബറിനെ കരച്ചിലടക്കാൻ പറ്റുന്നില്ല. ഇടയിൽ ലാലേട്ടൻ മസ്താനിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, അപ്പാനി പുറത്തു പോയപ്പോൾ മസ്താനി ക്യാമറയിൽ ഓടി വന്ന് ബിഗ് ബോസിനോട് നന്ദി പറഞ്ഞു. അത് സന്തോഷത്തിന്റെ പേരിലാണോ? അതേ ലാലേട്ടാ, എനിക്ക് സന്തോഷമായിരുന്നു. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഗെയിം സ്പിരിറ്റിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വഴക്കും മറ്റും. അതിനുശേഷം ഞാൻ എല്ലാവരോടും മിണ്ടാറുമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെസലിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. അതിന്റെ പേരിൽ എന്നെ അപ്പാനി വളരെ മോശമായിട്ടുള്ള വാക്ക് പറഞ്ഞു. അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ഇത്രയും ചീത്ത പറയുന്ന ആളുകൾ ആരും പറയാത്ത വേടായിരുന്നു അത്. ഇത്രയും സിനിമകളിൽ അഭിനയിച്ച ഈ നടനിൽ നിന്നും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തില്ല. പലരും പറഞ്ഞു അപ്പാനി പറഞ്ഞത് കേട്ടോ എന്ന്. അതുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുമ്പോൾ ഭാഷ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയുന്നത് എന്ന് എല്ലാവരോടുമായി ലാലേട്ടൻ പറഞ്ഞു.